ഓ മനമേ ജനമേ ഉണരുക. നീ നിന്റെ കുടുംബത്തെ, നിന്റെ മക്കളെ തിരുഹൃദയ ഭക്തിയിലേക്ക് കൊണ്ടുവരിക. നിനക്ക് പരിചയമുള്ളവരോടൊക്കെ നീ പറയുക, വളരെ കൺവിക്ഷനോടുകൂടി പറയുക. ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു കേരളം വീണ്ടെടുക്കപ്പെടണമെങ്കിൽ, നമ്മുടെ കുടുംബം വീണ്ടെടുക്കപ്പെടണമെങ്കിൽ, നമ്മുടെ മക്കളും മക്കളുടെ തലമുറകളും വീണ്ടെടുക്കപ്പെടണമെങ്കിൽ ഈ തിരുഹൃദയത്തിലേക്ക് വരിക. ഹല്ലേലൂയ. നമ്മൾ വീട് വെഞ്ചിരിപ്പ് വരുമ്പോൾ, പുതിയ വീട് വയ്ക്കുമ്പോൾ എല്ലാവർക്കും അറിയാം തിരുഹൃദയത്തിൻ്റെ ഒരു പടം വെക്കണമെന്ന് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. അത് വെക്കണമെന്ന് എല്ലാവർക്കും അറിയാം. അത് എന്തിനാ വെക്കുന്നേ എന്നുള്ള കാര്യം നമുക്കറിയില്ല. തിരുഹൃദയ ജപമാല, തിരുഹൃദയ കൊന്ത എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പണ്ട് വീടുകളിൽ ചെല്ലുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊക്കെ കുഞ്ഞായിരുന്ന സമയത്ത് ഞാൻ ഓർക്കാണ്, എത്ര വയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാലും, എത്ര വിസിറ്റേഴ്സ് വന്ന് പോയി എന്ന് പറഞ്ഞാലും, എത്ര ലേറ്റായെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, ഈ കൊന്തയും കഴിഞ്ഞ്, തിരുഹൃദയ കൊന്തയും കഴിഞ്ഞ്, അത് കഴിഞ്ഞിട്ട് വന്നാലാണ് കഞ്ഞി തരുള്ളൂ, അത്താഴം തരുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്നൊക്കെ ഈ തിരുഹൃദയ കൊന്ത ചെല്ലുമായിരുന്നത് കൊണ്ട് ഈശോയുടെ സ്നേഹം കുടുംബങ്ങളെ സ്നേഹാഗ്നിയാൽ ഇരിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഈശോയുടെ സ്നേഹം കുടുംബാംഗങ്ങളെ കൂട്ടിപ്പിടിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഈശോയുടെ സ്നേഹം കൂട്ടിപ്പിടിക്കുന്നത് കൊണ്ട് കുടുംബത്തിൽ ഡിവോഴ്സിൻ്റെ എണ്ണം കുറവായിരുന്നു, കുടുംബത്തിൽ ഭിന്നതയുടെ തലം കുറവായിരുന്നു. ചട്ടിയും കലമാകുമ്പോൾ കൂട്ടിമുട്ടാതിരിക്കില്ലല്ലോ, ചെറിയ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അത് അധികം നീണ്ടുപോകാതെ ഈശോയുടെ ഹൃദയം കൂട്ടിപ്പിടിക്കുമായിരുന്നു. ഹല്ലേലൂയ. ഈ തിരുഹൃദയത്തിൻ്റെ പടം നമ്മുടെ കുടുംബങ്ങളിൽ പ്രതിഷ്ഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന 12 വാഗ്ദാനങ്ങളുണ്ട്. 12 വാഗ്ദാനങ്ങൾ. അതേതൊക്കെയാണ് നമുക്കൊന്ന് കാണാം. മാർഗ്രീത്ത മറിയത്തിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിട്ടുള്ള ഈശോയുടെ 12 വാഗ്ദാനങ്ങൾ. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ രൂപം, തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ ഏതൊക്കെ വീടുകളിൽ, ഏതൊക്കെ ഭവനങ്ങളിൽ വെച്ച് വണങ്ങുന്നുവോ ആ വീടുകളിൽ ഈശോ നൽകുന്ന അനുഗ്രഹം. ഏതൊക്കെ സ്ഥാപനങ്ങളിൽ ഈശോയുടെ തിരുഹൃദയം വെച്ച് വണങ്ങുന്നുണ്ടോ അവിടെ വെച്ചാൽ പോരാ, വണങ്ങണം. ഹല്ലേലൂയ. ഓക്കെ, നോക്കാം. എൻ്റെ തിരുഹൃദയ ഭക്തരുടെ ജീവിതാന്തസ്സിനു വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും ഞാൻ പ്രദാനം ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണമുള്ളവനാണേലും പാവപ്പെട്ടവനാണേലും ഒരു കൊച്ചു കൂരയോ കൊട്ടാരമോ പണിത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തിരുഹൃദയ രൂപം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്ന പതിവ് കത്തോലിക്കർക്കുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ആ കുടുംബനാഥനും കുടുംബനാഥയ്ക്കും ഒരു ഭാര്യ, ഒരു ഭർത്താവ് എന്ന നിലയിൽ ജീവിക്കാൻ ആവശ്യമായ കൃപ, പരസ്പരമുള്ള വിശ്വാസത്തിൻ്റെയും വിശ്വസ്തതയുടെയും കൃപ ദൈവം കൊടുക്കുമായിരുന്നു. ഈശോ കൊടുക്കും. ഇത് വാഗ്ദാനമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വണക്കമുള്ള കുടുംബങ്ങളിൽ ആ കുടുംബനാഥന്മാർക്കും കുടുംബനാഥയ്ക്കും ഈ ഒരു കൃപ ഈശോ കൊടുത്തിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ഇതിൽ നിന്ന് കുടുംബങ്ങൾ അകന്നുപോയി, മക്കൾ അകന്നുപോയി. മക്കളെ ഈ തിരുഹൃദയ ഭക്തിയിലേക്ക് വളർത്താത്തത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്ന് നമുക്കറിയാം. നമുക്ക് TV ഓൺ ചെയ്യാൻ പേടിയാ, ഇനി എന്താ കേൾക്കാൻ പോകുന്നേ. ന്യൂസ് കേൾക്കാൻ പേടിയാ, ഇനി എന്താ കേൾക്കാൻ പോകുന്നേ. ഓരോ സിസ്റ്ററിനും ഓരോ വൈദികനും അവരുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ കൃപ ഈ തിരുഹൃദയം വാഗ്ദാനം ചെയ്യും. ഹല്ലേലൂയ. വിവാഹിതരാകാത്ത കന്യകമാർക്കും അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് അവരുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ കൃപ ആ കന്യകയായി ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ ബ്രഹ്മചര്യ ജീവിതത്തിന് ആവശ്യമായ കൃപ തിരുഹൃദയം കൊടുത്തിരുന്നു. ഹല്ലേലൂയ. ഇതില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നേ? പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിഞ്ഞു, ഭാര്യനെ വെട്ടിനുറുക്കി, അല്ലെങ്കിൽ പാമ്പിനെ കൊണ്ട് കൊത്തിച്ചു, അല്ലെങ്കിൽ പീസാക്കി ഫ്രിഡ്ജിൽ വെച്ചു, അല്ലെങ്കിൽ ക്ലോസറ്റിൽ കുഴിച്ചിട്ടു, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ജീവിത പങ്കാളിയുമായിട്ടുള്ള കുടുംബം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ, കുടുംബങ്ങളെ ഭിന്നിപ്പിക്കുന്ന, ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരം പൊരുത്തപ്പെടാൻ പറ്റാത്ത, ഹൃദയലയം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ കൊച്ചു കേരളം കുടുംബജീവിതത്തിൻ്റെ വലിയ ഒരു നാടായിരുന്നു. ഹല്ലേലൂയ. ഈ കൊച്ചു നാട്ടിൽ നിന്ന്, ഈ കുടുംബ ഭദ്രതയുള്ള ഈ നാട്ടിൽ നിന്ന് അനേകായിരം ദൈവവിളികൾ ലോകത്തിലേക്ക് മുഴുവൻ പോയി ലോകം മുഴുവനും കത്തിജ്വലിപ്പിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ ഈ തിരുഹൃദയ ഭക്തി അതെടുത്ത് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എത്ര പേർക്കറിയാം ഈ തിരുഹൃദയത്തിൻ്റെ രൂപത്തെ, അല്ലെങ്കിൽ തിരുഹൃദയ വണക്കമുണ്ടെങ്കിൽ ഈശോ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പോലും അറിയില്ല. അറിയോ? അതുകൊണ്ട് ഉണരുക, ഓ മനമേ ജനമേ ഉണരുക.
നീ നിന്റെ കുടുംബത്തെ, നിന്റെ മക്കളെ തിരുഹൃദയ ഭക്തിയിലേക്ക് കൊണ്ടുവരിക. നിനക്ക് പരിചയമുള്ളവരോടൊക്കെ നീ പറയുക, വളരെ കൺവിക്ഷനോടുകൂടി പറയുക. ഹല്ലേലൂയ. നമ്മുടെ കൊച്ചു കേരളം വീണ്ടെടുക്കപ്പെടണമെങ്കിൽ, നമ്മുടെ കുടുംബം വീണ്ടെടുക്കപ്പെടണമെങ്കിൽ, നമ്മുടെ മക്കളും മക്കളുടെ തലമുറകളും വീണ്ടെടുക്കപ്പെടണമെങ്കിൽ ഈ തിരുഹൃദയത്തിലേക്ക് വരിക. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഈശോയെ നന്ദി. അപ്പോൾ നമ്മുടെ ജീവിതാന്തസ്സിന്, നമ്മുടെ മക്കളുടെ ജീവിതാന്തസ്സിന് ആവശ്യമായ കൃപ ഈ തിരുഹൃദയത്തിൽ നിന്ന് നമുക്ക് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിത പങ്കാളിയെ, നമ്മുടെ മക്കളെ, അവരുടെ കുടുംബത്തെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഉച്ചത്തി സ്തുതിച്ചേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ തിരുഹൃദയത്തിലേക്ക് വെച്ച് തരുന്നു. ഞങ്ങളുടെ മക്കളെ തിരുഹൃദയത്തിലേക്ക് വെച്ച് തരുന്നു. ഓ ഈശോ, ഓ ഈശോ, ഞങ്ങളുടെ ദേശത്തോട്, ലോകത്തോട് കരുണ കാണിക്കണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, ഈശോയെ നന്ദി. ഇനി രണ്ടാമത്തെ വാഗ്ദാനം എന്താ നോക്കാം. ഉറക്കെ പറഞ്ഞേ. അവരുടെ കുടുംബങ്ങളിൽ ഞാൻ സമാധാനം നൽകും. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കുടുംബത്തിലെ വീട്, പൊതുവെ കേരളത്തിലെ കുടുംബങ്ങളിൽ സമാധാനം കൂടിയോ കുറഞ്ഞോ? പണം കൂടിയോ കുറഞ്ഞോ? പഠിപ്പ് കൂടിയോ കുറഞ്ഞോ? ഫോറിനേഴ്സ് കൂടിയോ കുറഞ്ഞോ? വീടിൻ്റെ വലിപ്പം കൂടിയോ കുറഞ്ഞോ? കൂടി. സമാധാനം കുറഞ്ഞു. ഹല്ലേലൂയ. ഈശോ ഉറപ്പ് പറയുകയാ, തിരുഹൃദയത്തോടുള്ള ഭക്തിയിൽ വളരുന്ന വ്യക്തിക്ക് അവരുടെ കുടുംബത്തിന് ഞാൻ സമാധാനം നൽകും. കുടുംബങ്ങളിൽ സമാധാനം വേണമെങ്കിൽ എന്ത് ചെയ്യണം? തിരുഹൃദയത്തിലേക്ക് വാ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ നോക്കിയേ. മൂന്നാമത്തെ കാര്യം, ഇത് നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതൊക്കെ സത്യമാണ്. ഓക്കെ. അവരുടെ സങ്കടങ്ങളിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കും. ആരാശ്വസിപ്പിക്കും? ഈശോ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സത്യമാണ്. ഇന്ന് ഡിപ്രഷൻ പേഷ്യൻസിൻ്റെ എണ്ണം കൂടിയോ കുറഞ്ഞോ? കൂടി. ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിയോ കുറഞ്ഞോ? നമ്മൾ ഈ തിരുഹൃദയത്തിൽ നിന്ന് അകന്നുപോയി. നമ്മളുടെ കുമ്പസാരങ്ങൾ കുറഞ്ഞുപോയി. പരിണിത ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഹൃദയം ഡിപ്രഷനിലേക്ക്, നിരാശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ ആശ്വസിപ്പിച്ചാൽ ഈ മുഖമൊന്നും ഇങ്ങനെ ഇരിക്കൂല. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, ഈ മുഖം ഇങ്ങനെ ഇരിക്കാൻ കാരണം മനസ്സിലായില്ലേ എന്ന് ചോദിച്ചേ. ഇപ്പം ഇങ്ങനെ പിടിച്ചിട്ട് കാര്യമില്ല. ഈശോ ആശ്വസിപ്പിക്കും. ജീവിത പങ്കാളി ആശ്വസിപ്പിച്ചില്ല എന്ന് പറഞ്ഞ് ഫാൻ എവിടെ, കയർ എവിടെ എന്ന് അന്വേഷിക്കൂല. എന്ത് അനർത്ഥം വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആത്മഹത്യയിലേക്ക് പോകൂല, ഡിപ്രഷനിലേക്ക് പോകൂല. ഈശോ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാതാപിതാക്കൾ വിദേശത്തായിരിക്കുന്ന, അല്ലെങ്കിൽ പഠിക്കാൻ പോയിരിക്കുന്ന, അല്ലെങ്കിൽ തലതിരിഞ്ഞു പോയിരിക്കുന്ന, വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്ന മക്കളെ വേഗം എങ്ങോട്ട് കൊടുക്കും? ഈശോയുടെ ഹൃദയത്തിലേക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരുടെ മക്കളെയും ഈശോ നോക്കും, ഈശോ ആശ്വസിപ്പിക്കും. അപ്പോൾ ആശ്വാസം വേണോ? എങ്ങോട്ട് പോവാ? കെട്ടിയവൻ്റെ അടുത്തേക്കല്ല, ഭാര്യയുടെ അടുത്തേക്കല്ല. ആരുടെ അടുത്ത് പോവാ? തിരുഹൃദയത്തിൻ്റെ അടുത്തേക്ക് പോവുക. ഹല്ലേലൂയ. ഓക്കെ. നാലാമത്തെ പോയിന്റ് എന്താ നോക്കിയാൽ, 4, ജീവിതകാലത്തിലും പ്രത്യേകിച്ച് അവരുടെ മരണസമയത്തിലും ഞാൻ അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കും. ജീവിതകാലം മുഴുവനും ഞാൻ അവർക്ക് ഉറപ്പുള്ള സങ്കേതമായിരിക്കും. ഹല്ലേലൂയ. അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ഈശോ ഒരുക്കി തന്നിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ സങ്കേതമായി തീർന്ന ഒരു കാര്യം ഈ ചേച്ചി പറയും. എൻ്റെ പേര് ഡെയ്സി. ഞാൻ ഈ ഇടവകയിൽ തന്നെ ഉള്ളതാണ്. 20 വർഷമായി ഞങ്ങൾ നല്ലൊരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ മെയ് മാസത്തിൽ ഞങ്ങൾ 10 സെൻറ്റ് സ്ഥലം ആഗ്രഹിച്ചു. 15.5 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് നൽകി. ഞങ്ങൾ 1650 സ്ക്വയർ ഫീറ്റിൻ്റെ വീട് പണിയാൻ ആഗ്രഹിച്ചു. ദൈവം ഞങ്ങൾക്ക് 2007 എത്തിച്ചു.
മെയ് മാസത്തിൽ ഞങ്ങൾക്ക് കയറി താമസിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ മെയ് 14 മോള് വരും. അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ സെപ്റ്റംബറിൽ കല്ലിട്ടു. അന്ന് തുടങ്ങി പണി തടസ്സങ്ങളും ഒത്തിരി ഉണ്ടായിരുന്നു. തടസ്സങ്ങളും ഒത്തിരി ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നു. പക്ഷേ മെയ് 14 മോള് വന്നു. 4 ഭിത്തികൾ മാത്രം, ജനലുകളില്ല, വാതിലുകളില്ല, വേറെ ഒരു പണികളും നടന്നിട്ടില്ല. ഞങ്ങൾക്ക് ഭയങ്കര വിഷമം, രാത്രി ഉറക്കമില്ല. ഒരാഴ്ചയെങ്കിലും മകൾക്ക് ആ വീട്ടിൽ കിടക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു. ഇവിടെ ഓരോ സമയം ഇവിടെ വന്ന് ഞങ്ങൾ സിസ്റ്റർമാരോട് പറയും ഇന്നതുപോലെ അവരിന്നത് പ്രാർത്ഥിക്കും. 23 ഞങ്ങൾ പെരേക്കേറി താമസം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു. ഒരു പണിയും ചെയ്തിട്ടില്ല, ഭിത്തികൾ മാത്രം. ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. 23 എന്നുള്ളത് ഞങ്ങൾ 30 തീരുമാനിച്ചു. ഇവിടെ വന്ന് പറഞ്ഞു ഞങ്ങൾ പെരേക്കേറി താമസം വിളിക്കാൻ പോവുകയാണ്. 30 മെയ് മാസം, മാതാവിൻ്റെ മാസം തീരുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് പെരേക്കേറി താമസം നടത്തണം. ഞങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു, സിസ്റ്റർ പറഞ്ഞു ആദ്യം സ്വർഗത്തെ വിളിക്കാൻ പറഞ്ഞു. പിന്നെ സകല വിശുദ്ധരുടെയും പേരെഴുതി വെച്ചിട്ട് മറ്റുള്ളവരുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്തു. ആദ്യം ആരെ വിളിച്ചെന്ന്? സ്വർഗത്തെ വിളിച്ചത്. അത് കഴിഞ്ഞ് മറ്റുള്ളവരുടെ വിശുദ്ധന്മാരുടെ പേരുകൾ എഴുതി വെച്ചിട്ട് അവരെല്ലാം വിളിച്ചിട്ട് വേണം മറ്റുള്ളവരെ വിളിക്കാൻ. അങ്ങനെ ഞങ്ങൾ ചെയ്തു. ഒരാഴ്ച കൊണ്ട് തിങ്കൾ മുതൽ വെള്ളി വരെ, വെള്ളിയാഴ്ച രാത്രി 2:30 മണിക്കാണ് ഞങ്ങളുടെ വീട്ടിലെ എല്ലാ പണികളും തീർന്ന് 4:30 മണിക്ക് ഞങ്ങൾ ക്ലീൻ ചെയ്ത് പുറത്തിറങ്ങി. ഇത് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹം, എല്ലാ പണികളും തീർത്ത് ഈ ഒരാഴ്ച കൊണ്ട് എല്ലാ പണികളും തീർത്ത് ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു. 30 രാവിലെ 10 മണി വരെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. 11 മണിക്ക് അച്ഛൻ വീട്ടിൽ വന്നപ്പോൾ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ കെട്ടുകളും അഴിഞ്ഞുപോയി. ഹൃദയത്തിൻ്റെ രൂപം വെച്ച് ആ രൂപത്തിന് മുമ്പിൽ അച്ഛൻ ആ കുടുംബത്തെ അങ്ങ് പ്രതിഷ്ഠിച്ചു. ഹല്ലേലൂയ. ഞങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഈശോ ഞങ്ങൾക്ക് ആ ഭവനം നല്ല രീതിയിൽ ഭംഗിയാക്കി തന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ. ഇന്നലെ ഈ ചേച്ചിയുടെ മോളെ ഞാൻ കണ്ടൊരു ബ്ലെസ്സിങ് കൊടുക്കുന്ന സമയത്ത് മോള് പറഞ്ഞത് ഇതാണ്, അച്ഛൻ വന്ന് ഈ കുടുംബത്തെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് മാതാവിൻ്റെ വിമല ഹൃദയത്തിന് ഏൽപ്പിച്ചു കൊടുത്ത് അച്ഛൻ ഈശോയുടെ നാമത്തിൽ ഈശോ നൽകിയ പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ആ വീട്ടിൽ ഹോളി വാട്ടർ വെഞ്ചിരിച്ച് വെള്ളം തളിച്ചിട്ട് ബ്ലെസ് ചെയ്തതോടുകൂടി വലിയ ഒരു പ്രകാശം ഞങ്ങളുടെ ഹൃദയത്തിൽ അതുവരെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ അമ്മയുടെ വാക്കുകളതുണ്ടായിരുന്നു. ഞങ്ങളുടെ ഹൃദയത്തിൽ അതുവരെ ഉണ്ടായിരുന്ന വലിയൊരു ഭാരം മാറി, ഇരുട്ടങ്ങ് മാറി, വലിയ പ്രകാശം ഞങ്ങളുടെ വീട്ടിൽ, ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു. ഈ ദിവ്യ കാരുണ്യത്തോട്, തിരുഹൃദയത്തോട് ഭക്തിയുണ്ട് എങ്കിൽ അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ഞാൻ അവർക്ക് സങ്കേതമായിരിക്കും. ഇപ്പം ഇവിടെ പറഞ്ഞ സാക്ഷ്യം നോക്കിയേ, കർത്താവ് സങ്കേതമായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി അവരുടെ എല്ലാ പ്രയത്നങ്ങളിലും ഞാൻ അനവധി ആശീർവാദം നൽകും. അനവധി ആശീർവാദം. അത് വൈദികനിലൂടെയും ദിവ്യകാരുണ്യത്തിലൂടെയും ഒക്കെ ഈശോ ഇടപെട്ട് ആ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ആവശ്യമായ ആശീർവാദം ഈശോ നൽകും. ഹല്ലേലൂയ. 6ാമത്തെ വാഗ്ദാനം വായിക്കാം. പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തും. എത്ര കഠിനം പാപിയാണെങ്കിലും ഈശോയുടെ ഹൃദയത്തിൻ്റെ അടുത്തേക്ക് വരാൻ പേടിക്കണ്ട. ഈശോയുടെ തിരുഹൃദയം നീ പാപിയാണോ നീ പുണ്യാനാണോ നോക്കുന്നില്ല. നീ എത്ര കഠിന പാപിയാണെങ്കിലും എൻ്റെ ഈശോയേ എന്നൊന്ന് വിളിച്ചാൽ എല്ലാം മറന്നു പോകും. ഈശോ ചേർത്ത് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. പശ്ചാത്തപിക്കുന്ന പാപികളോട് 99 നീതിമാന്മാരോട് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷം ഉണ്ടാവുമെന്ന് ഈശോ പറഞ്ഞേ. ഹല്ലേലൂയ. 100 ആടുള്ള ഇടയൻ 99 ആടിനെ മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയ ആടിനെ തേടി പോകുന്ന ഇടയനെ കുറിച്ച് ഈശോ പറഞ്ഞോ. ഈ ഒരാട് അത് കൂട്ടത്തിൽ നിന്നാൽ മതി. അത് കുറുമ്പ് കാണിച്ച് വഴി തെറ്റി വേറെ വഴിക്ക് പോയി. ഇപ്പം അതിനെ കാണാനില്ല. പോട്ടെ, 99 കളയുന്നതിനേക്കാൾ 99 നഷ്ടപ്പെടുന്നതിനേക്കാൾ ഭേദമാണ് ഒരെണ്ണം പോണത് എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈശോ എന്താ ചെയ്തേ? ഈശോ എന്താ പറഞ്ഞേ? മരുഭൂമിയിൽ വിട്ടിട്ട്
മരുഭൂമിയിൽ വിട്ടിട്ട്. വേറെ ആരും സഹായിക്കാനില്ല. ഈ ആട് കരഞ്ഞാൽ വേറെ ഒരാൾ ഓടി വന്ന് സഹായിക്കാനില്ലാത്ത മരുഭൂമിയിൽ വിട്ടിട്ട് ഈ ഓർണത്തിൻ്റെ പിന്നാലെ പോകുന്ന ഇടയൻ, അതാണ് ഈശോ. ഹല്ലേലൂയ. അപ്പോൾ എത്ര വലിയ കൊടിയ പാപിയാണെങ്കിലും ഈശോ ചേർത്ത് പിടിക്കും. ഈശോ വിശുദ്ധരാക്കും അവർ. ഈശോട് ചേർന്ന് സെയിൻറ്റ് അഗസ്റ്റിൻ, വിശുദ്ധ അഗസ്തീനോസ്, നമുക്കറിയാം പാപത്തിൻ്റെ ആഴങ്ങളിൽ ജീവിച്ച് ഈ വിശുദ്ധന് മാനസാന്തരം വരുന്ന സമയത്ത് 13 വയസ്സുള്ള ഒരു ആങ്കൊച്ചും കൂടെ ഉണ്ട്. ആലോചിക്കണം. ബുദ്ധിമാൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ബുദ്ധിമാൻ, കഴിവെന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കഴിവ്. ലോകത്തിൻ്റെ പ്രശസ്തിയുടെ കൊടുമുടിയിലേറാൻ കൊതിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ അഗസ്റ്റിൻ്റെ അധാർമിക ജീവിതം കണ്ട് വാവിട്ട് കരഞ്ഞ് മോനെ മോനെ അരുതേ അരുതേ ഈ അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കാനെ. ഹല്ലേലൂയ. അതിനുശേഷം എത്രയോ 10-20 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ അഗസ്റ്റിൻ ഈശോയിലേക്ക് തിരിയുന്നത്. ഹല്ലേലൂയ. അഗസ്റ്റിൻ ഈശോയിലേക്ക് തിരിഞ്ഞു. ഇന്ന് അദ്ദേഹം വിശുദ്ധ അഗസ്റ്റിനായി മാറി സഭയുടെ ഉന്നത നിലവാരത്തിലേക്ക് എത്തി. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ വാഗ്ദാനം പറയുകയാണ്, പാപികൾ എൻ്റെ ഹൃദയത്തിൽ അനുഗ്രഹത്തിൻ്റെ വറ്റാത്ത ഉറവയും സമുദ്രവും കണ്ടെത്തും. അനുഗ്രഹത്തിൻ്റെ അവർക്ക് പിടിച്ചു നിൽക്കാനുള്ള കൃപ അവർക്ക് കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത 7ാമത്തെ വാഗ്ദാനം, മന്ദതയുള്ള ആത്മാക്കൾ തീക്ഷ്ണതയുള്ളവരാകും. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങും. നമ്മുടെ ഹൃദയം ഈ തിരുഹൃദയ രൂപത്തെ, തിരുഹൃദയ പടത്തെ നമ്മുടെ വീട്ടിൽ നോക്കിയാൽ, ഈ തിരുഹൃദയത്തെ നോക്കിക്കേ, ആ ഈശോയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാതെ നമ്മുടെ ഹൃദയം ജ്വലിക്കാൻ തുടങ്ങും. എന്തോ ഒരു വല്ലാത്തൊരു സംഭവം നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വീട്ടിലെ ഈശോയുടെ തിരുഹൃദയത്തെ നോക്കി ഒരു ഇച്ചിരി സമയം ചുമ്മാ നോക്കിയിരിക്കണം. എന്നിട്ട് ആ ഈശോയോട് പറയണം, ആ തിരുഹൃദയത്തെ രൂപത്തെ, ആ പടത്തെ നോക്കി ഈശോയുടെ മാധുര്യമുള്ള, എന്നിട്ട് ഈ മാധുര്യം എന്നൊക്കെ പറയും, ചില തന്നുകൂടെ ഈ മാധുര്യം. ഹല്ലേലൂയ. ചില മാധുര്യം താ, ചില സ്നേഹം താ. ഈ ചുമ്മാ ഇങ്ങനെ കത്തുന്ന ഒരു ഹൃദയം പുറത്ത് വെച്ചോണ്ടിരുന്നിട്ട് എന്താ കാര്യം? ചില എനിക്ക് താ എന്ന് ഈശോയോട് പറഞ്ഞു വയ്ക്കുക. തരും, ഈശോ തരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ചങ്കുള്ളിലല്ലേ, നമ്മുടെ ഉടുപ്പിൻ്റെ പുറത്ത് വരുന്നില്ലല്ലോ. ഈശോടെ നോക്കിയേ, വാരിയലിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ചങ്ക് ഉടുപ്പ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് വന്നിരിക്കുക. അത്രയ്ക്കും സ്നേഹാഗ്നിയാലിരിയുന്ന ഹൃദയമാണ് നമ്മളോടുള്ള സ്നേഹത്താൽ. അപ്പോൾ പറയാണ്, മന്ദതയുള്ള ആത്മാക്കൾ തീക്ഷ്ണത. നമ്മുടെ മക്കൾക്ക് ഭക്തി പോരാ, ഭക്തി പോരാ. എല്ലാ അപ്പനും അമ്മേനോടൊന്ന് പറഞ്ഞില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, അവർക്ക് ഇച്ചിരി ദൈവസ്നേഹം കിട്ടാൻ, അവർ പ്രാർത്ഥിക്കാൻ തോന്നാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പനും അമ്മേ, ഇതാണ് അതിൻ്റെ വഴി. നമ്മൾ നമ്മുടെ മക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അവർ തീക്ഷ്ണതയുള്ളവരാകും. നമ്മൾ തീക്ഷ്ണതയുള്ളവരാകുക, നമ്മുടെ മക്കളും തീക്ഷ്ണതയുള്ളവരാകുക. ഹല്ലേലൂയ. എട്ടാമത്തെ തീക്ഷ്ണതയുള്ള ആത്മാക്കൾ ശീഘ്രത്തിൽ പരിപൂർണതയുടെ പദവിയിൽ കയറും. പരിപൂർണതയുടെ പദവിയിൽ കയറും ശീഘ്രത്തിൽ. സൂപ്പർസോണിക് ജെറ്റിൻ്റെ സ്പീഡിൽ പുണ്യ പരിപൂർണതയിലേക്ക് എത്തും. ഓക്കെ. 9, എന്റെ ദിവ്യഹൃദയ സ്വരൂപം പരസ്യമായി വണങ്ങുന്ന ഭവനങ്ങളിൽ എൻ്റെ ആശീർവാദം ഉണ്ടാകും. ചില വീടുകളിൽ ഞാൻ ചെന്ന് കഴിയുമ്പോൾ അവിടെ തിരുഹൃദയത്തിൻ്റെ പടം മാറാലെ പിടിച്ചിരിക്കുന്നുണ്ടാവും. ഞാൻ ആദ്യമേ ചെന്നിട്ട് പതൊക്കെ ആ ചേച്ചി കാപ്പിയോ എന്തെങ്കിലും എടുക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ മാറാലയൊക്കെ തുടച്ച് കൈ കണ്ടൊക്കെ തുടച്ച് നീറ്റാക്കി വെക്കാറുണ്ട്. ഹല്ലേലൂയ. ചെല്ലുമ്പോൾ നോക്കണം, തിരുഹൃദയത്തിന് എന്തോ ഒരു പൊടിയുണ്ടെന്ന്. ഈ അടുത്തിങ്ങനെ തുടച്ചിട്ടുണ്ടാവില്ല. ഈ തിരുഹൃദയത്തെ വണങ്ങുന്ന ഭവനങ്ങളെ ഈശോയുടെ ആശീർവാദം അവിടെ ഉണ്ടാവും. പണ്ട്, ഇപ്പം നിങ്ങളുടെ വീടുകളിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഈ വീട് പൂക്കളൊക്കെ പറിച്ച് തിരുഹൃദയത്തിന് മുമ്പിലൊക്കെ വെക്കാറുണ്ട്. വെക്കുന്നുണ്ടോ ഇപ്പം? ചെയ്യുന്നുണ്ടോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ വീട്ടിലെ തിരുഹൃദയത്തിൻ്റെ രൂപത്തിന് ചുറ്റും മുഴുവനും പൂക്കൾ ഉണങ്ങി പിടിച്ചിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുറ്റത്തുള്ള പൂക്കൾ മുഴുവൻ മമ്മി പറിച്ച് ഈ പടത്തിന് ചുറ്റും, ഇതിൻ്റെ ചുറ്റും വെച്ച് പിന്നെ കുറച്ച് നാളത്തേക്ക് വയ്യാണ്ടായി. അപ്പോൾ ആ പൂ മുഴുവൻ അവിടെ ഉണങ്ങി പിടിച്ച് അതിൻ്റെ പാടം അവിടെ ഇരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചോദിച്ചു, മമ്മി ഇതെന്താ എന്ന് ചോദിച്ചു. മമ്മി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കൊച്ചേ, ഞാൻ ഈശോയ്ക്ക് പൂ പറിച്ചു വെച്ചതാ, പിന്നെ പെയിൻ്റ് അടിക്കാനായിട്ട് സമയം കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറയുകയാണ്,
ഈ മമ്മി അല്ലെങ്കിൽ ഈ നിങ്ങൾ ഓരോരുത്തരും ഈ മുറ്റത്തുള്ള ഈ നിങ്ങൾ നട്ടു വളർത്തിയ പൂക്കൾ പറിച്ച് സ്നേഹത്തോടെ ഈശോയ്ക്ക് കൊണ്ടുവയ്ക്കുമ്പോൾ ഈശോ അത് ഭയങ്കരമായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈശോയെ ഇതെൻ്റെ ഭർത്താവിന് വേണ്ടി, ഈശോയെ ഇതെൻ്റെ കൊച്ചിന് വേണ്ടി, ഈശോയെ ഇതെൻ്റെ മോക്ക് വേണ്ടി, ഈശോയെ ഇതെനിക്ക് വേണ്ടി. ഈശോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഈശോയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഠിന പാപികളെ മനസ്സ് തിരിക്കുന്നതിനുള്ള വരം വൈദികർക്ക് ഞാൻ നൽകും. ഈ തിരുഹൃദയത്തോട് ഭക്തിയുണ്ടെങ്കിൽ കഠിന പാപികളെ മാനസാന്തരപ്പെടുത്താനുള്ള കൃപ അവർക്ക് കർത്താവ് നൽകും. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാനിത് സാക്ഷ്യപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യൂത്ത് ധ്യാനത്തിന് ഇവിടെ കയറി വരുന്ന കുറേ പിള്ളേർ, നല്ല വിശുദ്ധരായ പിള്ളേർ വരും. അതിൻ്റെ കൂടെ കുറേ പിള്ളേർ കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ടുള്ള എല്ലാം ഒരു വിധത്തിലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പിള്ളേർ ഇവിടെ വരും. ഞാനപ്പോൾ ഈശോയോട് പറയും, ഞങ്ങൾ പറയും, ഈശോയെ ഇവന്മാരോട് ഏറ്റുമുട്ടാൻ ഞങ്ങൾക്ക് പറ്റൂല ഈശോയെ. ഞങ്ങളോട് അറിവും ബോധമുള്ള ഒത്തിരി അച്ഛന്മാർ പറഞ്ഞു തന്നു, സിസ്റ്റർമാരെ നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്കിത് മാനേജ് ചെയ്യാൻ പറ്റുമോ, സിസ്റ്റേഴ്സിന് ഇത് മാനേജ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ ഈ പാവം സിസ്റ്റർമാരായിട്ട് ഇവിടെ നിന്ന പിള്ളേരെ കൊണ്ട് വിറ്റ് കാശാക്കും. ഇതോടെ കേട്ടപ്പോഴേക്കും ഉള്ളിൽ നടുക്കമായി, കർത്താവേ. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയുടെ തിരുഹൃദയത്തിനും മാതാവിൻ്റെ വിമല ഹൃദയത്തിനും ഈ ധ്യാന കേന്ദ്രത്തെ, ഈ സെൻറ്ററിനെ, ഈ കോമ്പൗണ്ടിനെ മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്ത് ഇവിടെ വരുന്ന കുഞ്ഞുങ്ങളെ, വന്നിട്ടുള്ളവരെയും വരാനിരിക്കുന്നവരെയും മുഴുവൻ ഈശോയുടെ തിരുഹൃദയത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയുടെ വിമല ഹൃദയത്തിന് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. ഈ കോമ്പൗണ്ടിൽ കയറുമ്പോൾ തന്നെ അവരെ തിരുഹൃദയം ഏറ്റെടുത്തോളൂ. ഞങ്ങൾക്ക് ചുമന്നുകൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല, ആണോ? അല്ല, ഞങ്ങൾ ഈ ശുശ്രൂഷയായിട്ട് ആ കൗൺസിലിംഗ് ആയിട്ട് നടക്കുന്ന സമയത്ത് ആരാ പോണേ നോക്കിയാൽ നടക്കാൻ പറ്റുമോ? ഇല്ല. ഈശോയുടെ തിരുഹൃദയം കാത്ത് സൂക്ഷിക്കുക. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് മാനസാന്തരപ്പെട്ടു പോകുന്നത് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. ഈശോയുടെ തിരുഹൃദയം അവരെ പുതിയ കുഞ്ഞുങ്ങളാക്കി രൂപാന്തരപ്പെടുത്തുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പിള്ളേർ കിടക്കുന്നിടത്ത് തിരുഹൃദയ രൂപം വെച്ചിട്ടുണ്ട്. പിള്ളേർ ഭക്ഷണം കഴിക്കുന്നിടത്ത് തിരുഹൃദയത്തിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇതവിടെ വെക്കുമ്പോൾ ചുമ്മാ വെച്ചേക്കണല്ലോ. എൻ്റെ ഈശോയുടെ തിരുഹൃദയമേ പിടിച്ചോടെ, നോക്കിക്കോണേ. ഈ ഭക്തി പ്രചരിപ്പിക്കുന്നവരുടെ നാമം എൻ്റെ ഹൃദയത്തിൽ ഞാൻ എഴുതും. അതെൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും മായുകയില്ല. അപ്പം എയ്മി സിസ്റ്ററിൻ്റെ പേരിപ്പോൾ എവിടെയുണ്ട്? ഈശോയുടെ തിരുഹൃദയത്തിലുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ പേര് ഈശോയുടെ ഹൃദയത്തിൽ എഴുതണോ? വീട്ടിൽ ചെന്ന് പ്രഘോഷണം നടത്തുക. അറിയാവുന്നവരോട് മുഴുവൻ പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ തിരുഹൃദയ ഭക്തി, ഈ തിരുഹൃദയത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നീ മറ്റുള്ളവരോട് ഷെയർ ചെയ്യ്. മോനെ മോളെ, നിന്റെ പേര് ഈശോയുടെ ചങ്കിൽ എഴുതപ്പെടും, പിന്നെ അത് മാറൂല. അടുത്തത് 12. 9 ആദ്യ വെള്ളിയാഴ്ച തുടർച്ചയായി വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവർക്ക് അവസാനം വരെയുള്ള നിലനിൽപ്പിൻ്റെ വരം ഞാൻ നൽകും. എൻ്റെ അനുഗ്രഹം കൂടാതെയോ കൂദാശകൾ സ്വീകരിക്കാതെയോ അവർ മരിക്കുകയില്ല. അവരുടെ മരണത്തിൻ്റെ അവസാനത്തെ മണിക്കൂറിൽ അവർക്ക് നിശ്ചയമുള്ള സങ്കേതം ആകുമെന്ന് എൻ്റെ സ്നേഹാധിക്യത്താൽ നിന്നോട് വാഗ്ദാനം ചെയ്യുന്നു. ഞാൻ ഓർക്കാണ്, ഞങ്ങൾ കുഞ്ഞായിരുന്ന സമയത്ത് 9, എൻ്റെ മമ്മി ഇത് പറഞ്ഞു തന്നിട്ട് 9 ആദ്യ വെള്ളിയാഴ്ച പോകാൻ വേണ്ടിയിട്ട് വിളിച്ചെഴുന്നേൽപ്പിക്കുന്നതും പള്ളി വിടുന്നതും. എൻ്റെ മോനെ 7 ആഴ്ചയായി എൻ്റെ കൊച്ചിട്ട് എൻ്റെ കൂട്ടൻ 2 പ്രാവശ്യം പോയാൽ പറയും എഴുതേക്കുമാനെ എന്ന് പറഞ്ഞ പള്ളിയിൽ വിളിച്ച് വിടുന്നത് ഓർക്കാണ്. ഹല്ലേലൂയ. എല്ലാ വർഷവും തന്നെ ഒരുവിധം തിരിച്ചറിവ് വന്നതിന് ശേഷം എല്ലാ വർഷവും 9 ആദ്യ വെള്ളിയാഴ്ച ഇങ്ങനെ പള്ളിയിൽ പോയത് ഞാൻ ഓർക്കാണ്, വിശുദ്ധ കുർബാന സ്വീകരിച്ചത്. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെയൊക്കെ അന്ന് ആ അമ്മ നിർബന്ധിച്ച് ഇങ്ങനെ പള്ളിയിൽ വിട്ടതിൻ്റെയൊക്കെ അതിൻ്റെയൊക്കെ പരിണിതഫലമായിരിക്കാം ഇന്ന് ഇവിടെ നിൽക്കുന്ന എൻ്റെ ക്രെഡിറ്റ് കൊണ്ടൊന്നുമല്ല. ഹല്ലേലൂയ. അന്ന് ആ പള്ളിയിൽ പോയപ്പോൾ, അല്ലെങ്കിൽ ആ അപ്പനും അമ്മയും അന്ന് ആ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, അന്ന് ആ വീട്ടിലേക്ക് അവരുടെ കുടുംബജീവിതത്തിലേക്കൊക്കെ നൽകപ്പെട്ട കൃപയുടെ ഒരു പങ്ക്, അതിൻ്റെ ഓഹരിയാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എന്നെ നിർത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളിത് ഓർക്കുക. 9 ആദ്യ വെള്ളിയാഴ്ച കുമ്പസാരിച്ച്, എന്നോട് ഞങ്ങൾക്ക് പറഞ്ഞത് 9 ആദ്യ വെള്ളിയാഴ്ച കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കണം. അതിനൊക്കെ എടുത്തിരുന്ന എഫേർട്ട്, പരിശ്രമങ്ങൾ എന്താണെന്ന് ഓർക്കുകയാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ എത്ര മക്കൾക്ക് ഇതറിയാം?